ഒരുപാട് ജനപ്രിയ വണ്ടികൾ ഏകദേശം ഒരു 35 വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. എല്ലാം ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. 7 സീറ്റ് ആയാലും ചെറിയ ആൾട്ടോ 800 പൈസക്കൊക്കെ ഇവിടെ 7 സീറ്റ് വണ്ടിയുണ്ട്. എർട്ടിക, അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാറിന്റെ ചാകര തന്നെ ഉണ്ട് കേട്ടോ. അതും ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരുപാട് വണ്ടികൾ. പിന്നെ ആൾട്ടോ 800 ഉണ്ട്, ആൾട്ടോ കാർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു നോർമൽ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. മാക്സിമം ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ വണ്ടികളുണ്ട്. ഒരു 10-20 ഉറുപ്പൊക്കെ കൊണ്ടുവന്നാൽ ലോൺ ഇറക്കാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ഒറ്റ വീഡിയോയില് 35 വണ്ടികൾ നിങ്ങളെ കാണിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണം കേട്ടോ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും നമ്മുടെ കാർ 84ലാണ് വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ജനപ്രിയ വണ്ടികൾ ഏകദേശം ഒരു 35 വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. എല്ലാം ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. 7 സീറ്റ് ആയാലും ചെറിയ ആൾട്ടോ 800 പൈസക്കൊക്കെ ഇവിടെ 7 സീറ്റ് വണ്ടിയുണ്ട്. എർട്ടിക, അതുപോലെ തന്നെ സ്വിഫ്റ്റ് കാറിന്റെ ചാകര തന്നെ ഉണ്ട് കേട്ടോ. അതും ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരുപാട് വണ്ടികൾ. പിന്നെ ആൾട്ടോ 800 ഉണ്ട്, ആൾട്ടോ കാർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു നോർമൽ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. മാക്സിമം ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ വണ്ടികളുണ്ട്. ഒരു 10-20 ഉറുപ്പൊക്കെ കൊണ്ടുവന്നാൽ ലോൺ ഇറക്കാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ഒറ്റ വീഡിയോയില് 35 വണ്ടികൾ നിങ്ങളെ കാണിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഓണറാണ് നമ്മുടെ ബൈജു ഭായ്, ഷഫീഖ് എന്തൊക്കെയുണ്ട്? സുഖല്ല. പിന്നെ ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? കോഴിക്കോട് എയർപോർട്ട് അടുത്ത് കരിപ്പൂര് കുമ്മണിപ്പറമ്പ് നയാറ പെട്രോൾ പമ്പ് തൊട്ടടുത്ത്. ഓക്കെ. അപ്പൊ മൂപ്പരെ നമ്പർ 2-3 നമ്പർ വീഡിയോയിൽ ഉണ്ടാവും. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചോട്ടോ. ഓക്കെ. മലപ്പുറം ജില്ലയാണ്, കരിപ്പൂർ പോലീസ് സ്റ്റേഷന്റെ കുമ്മണിപ്പറമ്പ്. ഓക്കെ. വേറൊന്നും പറയാനില്ലല്ലോ പ്രശ്നോട്. നേരെ വണ്ടി കാണിച്ചു കൊടുക്കല്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെറിയ പൈസന്റെ കാറിനെ കാണിച്ചു കൊടുക്കാം. ഒരു മാരുതി കാറാണ്. ഈ ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയൊരു വണ്ടി അല്ലെ, പഠിച്ചാൻ വേണ്ടിട്ടുള്ള. AC ഉണ്ടായത്? AC ഉള്ളത് MPF അല്ലെ, മൈലേജ് കൂടുതൽ കിട്ടും. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2002 മോഡല്. 2002. പേപ്പർ എത്ര ഉണ്ട്? 1.5 വർഷം. ഒന്നര പേപ്പർ ഉണ്ട്. ഓക്കെ. വണ്ടി എന്ത് പാട്? മെക്കാനിക്കൽ നല്ല വണ്ടി അല്ലേ? സിമെന്റ് എടുക്കാൻ കഴിയും. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തുള്ള സീറ്റ് കവർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടുള്ള ടയർ കാര്യങ്ങൾ. വണ്ടി കാണാൻ വൃത്തി ഉണ്ടല്ലോ. എത്ര കൊടുക്കത്? നമുക്കൊരു 52 52,000 രൂപക്ക് കൊടുക്കത്. ഡീലക്സ് വണ്ടി. AC ഉള്ള വണ്ടിയല്ലേ? AC വർക്കിംഗ് അല്ല, ഗ്യാസിന്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ശരിയാക്കി കൊടുക്കാം. അവർ ചെയ്തേക്കാം, കഴിയില്ല. ചെറിയ പൈസ വണ്ടിയല്ലേ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് മോഡൽ എത്ര? 2014 മോഡല്, 3 ഓണർഷിപ്പ്. 2014 VDI, 3ാമത്തെ ഓണറാണ്. എത്ര ഓട്ടോ ഉണ്ട്? ഇത് 1.20. റീപ്ലേസ്മെന്റ് ഒന്നുണ്ടോ? ഇല്ല, തട്ടുമുട്ടൊന്നുമില്ല. ഇത് ഓപ്ഷൻ VDI അല്ലേ? VDI. ഓക്കെ. എത്ര കൊടുക്കത്? നമുക്കിതൊരു 3.60 കൊടുക്കാം. 3.60. 2014 VDI വണ്ടി. 3.5 അടുത്ത് ലോൺ ചെയ്യാം. ഒരു 10-20 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ആൾട്ടോ 800 അല്ല, ഇത് മോഡൽ എത്രയായിരുന്നു? 2022 LXi. 22 LXi. ഓട്ടോ എത്ര ഉണ്ട്? 35,000. വെറും 35,000. ഓക്കെ. വെറും 35,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. സിംഗിൾ ഓണർ, ഒരേ ഒരു ഓണർ അല്ലെ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 22 മോഡലാണ്. നല്ല കാണാൻ വൃത്തിയുണ്ട്. ആ ഒരു പുത്തന്റെ ഒരു മണം മാറിയിട്ടില്ല അല്ലെ? ഓക്കെ. എത്രയാണ് ഇത് ആസ്ക്? ഇത് 3.45. 3.45. ലോൺ ചെയ്യാം. അത്ര തന്നെ ലോൺ ചെയ്യാം. ആവശ്യക്കാരാണെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ അല്ലെ. ചെറിയ ബഡ്ജറ്റില് ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടി. ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലെ? ഒരു ഉപ്പ വേണ്ട, ചെറിയ പൈസ, ഫുള്ള് ലോൺ. എത്ര മോഡലായിരുന്നു? 2013 മോഡൽ ഇറ പ്ലസ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ ഉണ്ടാവും. ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഇത് 65,000. ഓട്ടോ കുറവുണ്ട്. ഓക്കെ. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ആണല്ലേ? ഓക്കെ. നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത്. ബ്രോ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് ഒരു 1.35 കൊടുക്കാം. 1.35 കൊടുക്കാം. 2014 വണ്ടി, 13 വണ്ടി. ഓക്കെ. ഫുള്ള് ലോൺ കൊടുക്കാം. ആവശ്യക്കാര് വിളിച്ചോട്ടോ. ഒരു ഹ്യുണ്ടായിന്റെ ഇയോൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതും ചെറിയ പൈസ കൊടുക്കല്ലേ? എത്ര മോഡലായിരുന്നു? 2012 മോഡൽ മാഗ്ന പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. സിംഗിൾ ഓണർ ആണ്. ഓട്ടോ എത്ര ഉണ്ട്? ഇത് ഓട്ടോ 1 ലക്ഷത്തിന് അടുത്തുണ്ടാവും. ഒന്നിന്റെ ഉള്ളിലല്ലേ?
ഓക്കെ. വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നമില്ല. നല്ല മെക്കാനിക് നല്ല വണ്ടി. പക്കല്ലേ? ഓക്കെ. ഇന്റീരിയർ ഭാഗം നല്ല സീറ്റ് കവർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ കട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എത്ര കൊടുക്കാം ബ്രോ ഇത്? നമുക്കിതിൽ 1.35 കൊടുക്കാം. 1.35 കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടും? ലോൺ നമുക്കിത് ഒരു മാക്സിമം 1.20 കിട്ടൂല? 1 രൂപ കിട്ടാൽ മതി. 1.20 12 കൂടുതൽ ടൈം കിട്ടൂല. ശ്രീരാമന് അധികം ടൈം. ഇനിയിപ്പോ അടുത്ത കൊല്ലം ലാസ്റ്റ് പേപ്പർ എടുക്കാനായല്ലോ വണ്ടി. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. ഓട്ടോമാറ്റിക്കലി പെട്രോൾ വണ്ടി ഹൂണ്ടായിന്റെ വെന്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അത് നല്ല കിണ്ണം പോലത്തെ ഒരു വാനാണ് അല്ലെ? എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2019 മോഡല്. 19 വണ്ടി. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1 ലക്ഷം. 1 ലക്ഷം ഓടിയിട്ടുണ്ട് അല്ലെ? ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ആണ്. തട്ടുമുട്ട് ഇടികുത്ത് അങ്ങനത്തെ പ്രശ്നമില്ല അല്ല? കാണാൻ നല്ല വൃത്തിയുണ്ട്. പിന്നെ ഫുൾ കട്ട് ടയർ ഉണ്ട്. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ സെറ്റപ്പും വരുന്നുണ്ട് അല്ലെ? ഇതില് 4 ഡോർ പവർ വിൻഡോ, പിന്നെ ഫോഗർ, ഡീഫോഗർ, എല്ലാ DRL എല്ലാം വരുന്നുണ്ട്. എത്ര കൊടുക്ക? ഇത് മിഡിൽ ഓപ്ഷനിലോ? മിഡിൽ. എത്ര കൊടുക്കത്? ഇത് നമുക്കൊരു 6.30 കൊടുക്കാം. 6.30 കൊടുക്കാം അല്ല? ലോണ് നമുക്ക് 6 ലക്ഷം എന്തായാലും ചെയ്യാം. ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ഒരു എർട്ടിക 7 സീറ്റ് വണ്ടി. ബ്രോ ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 2014 മോഡൽ. 14 വണ്ടി. എർട്ടിക VDI. VDI ആണ് ഓപ്ഷന്. ഓക്കെ. എത്ര ഓട്ടോ ഉണ്ട് വണ്ടി? കിലോമീറ്റർ 1.28. എന്തുപാട്? മെക്കാനിക്കല്ലോ? മെക്കാനിക്കൽ വലിയ കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ് ഉണ്ട്. പിന്നെ ബോണറ്റ് ഗ്ലാസ് ചെറിയ 2-3 റീപ്ലേസ് ഉണ്ട്. അതെ. മേജർ അല്ല, മൈനർ ആയിട്ടുള്ള കുറച്ച് റീപ്ലേസ്മെന്റിലും ഉണ്ട്. അപ്പൊ ഈ വണ്ടി ആരെങ്കിലും ഈ വണ്ടിക്ക് വേണ്ടി വിളിക്കുകയാണെങ്കിൽ മൂപ്പരെ ചോദിച്ചു എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഇതിന് പറ്റി ഓഫറിൽ കൊടുക്കാം. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു ഓണക്കല്ലേ വരുന്നത്. അതെ. നമുക്കൊരു 3.25 നമുക്ക് ഫൈനൽ ചെയ്യാം. 3,25,000 രൂപ എർട്ടിക 14 വണ്ടി. ക്യാഷ് ബാക്കും കൊടുക്കാം. 2014 വണ്ടി ക്യാഷ് ബാക്ക്. ലോണും കൊടുക്കാം, അങ്ങോട്ടേക്ക് പൈസയും കൊടുക്കാം. ബഡ്ജറ്റിൽ ഈ പണീന്റെ ആവശ്യത്തിനല്ല വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വാനാണ് മാരുതിന്റെ ഈക്കോ അല്ല? ഈ റൂട്ടിൽ സെയിൽസിന്, പിന്നെ സ്കൂൾ ട്രിപ്പ് അങ്ങനത്തെ ഒക്കെ എടുക്കാൻ പറ്റിയൊരു വണ്ടി. അതായത് ചെറിയ പൈസ നോക്കും, നല്ല വണ്ടി അല്ല? നല്ല കണ്ണി ചിമ്മിട്ട് എടുക്കാം വണ്ടി. ബ്രോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. ഇത് 2012 മോഡല്. ഒറ്റ ആളെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ സെക്കൻഡ് ഓണർ ആയിരുന്നു. ഒരേ വീട്ടിൽ ഒരു ഭാര്യന്റെ പേരിന് നേരെ ഭർത്താവിന്റെ. ഓക്കെ. 2012 മോഡൽ. അടുത്ത കൊല്ലം വരെ ലാസ്റ്റ് ആണ്. AC ഉണ്ട്? അത് AC ഇല്ലാത്ത 5 സീറ്റ് വണ്ടി അല്ലേ? 5 സീറ്റ് വണ്ടി. ഓക്കെ. വേറെ തട്ടുമുട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ക്വാളിറ്റി മെക്കാനിക് എന്തുപാട്? മെക്കാനിക് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടാ ചെയ്യാന്? ഇല്ല, ഒന്ന് കഴുകി ഒരു പോളിഷ് ചെയ്യാണ്ടാവും. നിങ്ങൾ ചെയ്തില്ല, മാറ്റം വന്ന വണ്ടിയാ. ഓക്കെ. പോളിഷ് ചെയ്യാണ്ടല്ലേ? അല്ലാതെ വേറെ മെക്കാനിക്കലായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? നമുക്കിതൊരു 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം. ലോണും കിട്ടുമല്ലോ? 1.5 വരെ ലോൺ ചെയ്യാം. ഒരു ടെൻഷൻ വേണ്ട. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ലോൺ തീർക്കാൻ പറ്റും. ഒരു കിദ്മത്തിന്റെ പെട്ടി പീസ് അല്ല? ഫോർഡിന്റെ എക്കോ സ്പോർട്ട്, അതും നല്ല കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടി അല്ലേ? എത്ര മോഡലായിരുന്നു? 2015 മോഡല്. 15. ടൈറ്റാനിയം ഫുള്ളോടല്ല, അതിന്റെ നേരെ താഴത്തുള്ളത് ടൈറ്റാനിയം ആണ് ഓപ്ഷന്. ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്. സൺറൂഫ് മറ്റേ പുഷ് ബട്ടൺ മാത്രമേ വരൂല, ബാക്കിയെല്ലാം വരുന്നുണ്ട്. അതായത് 20 കിലോമീറ്റർ മൈലേജും കിട്ടും വണ്ടി. എത്ര ഓട്ടോ ഉണ്ട്? ഇത് 1,40,000. റീപ്ലേസ് ഒന്നുണ്ടോ? ഒന്നുമില്ല. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 4.25 കൊടുക്കാം. 4.20 കൊടുക്കാം അല്ല? മാക്സിമം ലോണും ചെയ്യാം. 4 ലക്ഷം വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ല? നല്ല കിദ്മത്തിന്റെ ഒരു പെട്ടി പീസ് ടൈപ്പ് 2 ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി. അതും ഈ വണ്ടിയൊക്കെ നിങ്ങൾക്ക് കണ്ണി ചിമ്മിട്ട് എടുത്തിട്ട് കൊണ്ടുപോകാട്ടോ. ഒരു അപാകതകളില്ല, തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ലാത്ത നല്ല ക്ലീൻ പീസ് കേട്ടോ. ഈ ഹെഡ്ലൈറ്റ് മങ്ങലൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കും അല്ല എടുക്കുന്ന ആൾ ചെയ്യാൻ? ചെറിയ പൈസ. ഓക്കെ. എത്ര മോഡലായിരുന്നു? 2013 മോഡൽ VDI. VDI 13 വണ്ടി. 1,10,000 കിലോമീറ്റർ. ഓക്കെ. സിംഗിൾ ഓണർ. തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല. എത്ര കൊടുക്കത്? ഇത് നമുക്കൊരു 3.40 കൊടുക്കാം. 3.40 കൊടുക്കാം. എന്ത് ചെറിയ പൊട്ടിച്ചു കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയൊരു വണ്ടി. അതും ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള സ്വിഫ്റ്റ് കാറാണ്, ഡീസൽ ആണ്. ബ്രോ എങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡൽ VDI സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ VDI അല്ല ഓപ്ഷന്? ഓക്കെ. എത്ര ഓട്ടോ ഉണ്ട് ഇത്? 1.20 സംതിങ്. ഫുൾ കട്ട് ടയർ ഒക്കെ ഉണ്ടല്ലോ. ഇന്ത്യൻ ഭാഗത്തുള്ള സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ?
വണ്ടി മെക്കാനിക്കൽ എന്തുപാട്? നല്ല വണ്ടിയാ. ഇത് കേരള വണ്ടിയല്ലേ? കേരള വണ്ടി. അല്ല, ഈ ഡീസൽ ന്യൂ ഷേപ്പില് ഡീസൽ പുറത്തെ വണ്ടിക്ക് വരലുണ്ട്, അതുകൊണ്ട് ചോദിച്ചേ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. എത്ര നമുക്ക് കൊടുക്കാതെ പുറത്തെ വണ്ടിന്റെ റേറ്റ് കൊടുക്കാം. 18 വണ്ടി അല്ലേ? 18 വണ്ടി. എത്ര കൊടുക്കത്? നമുക്കിതൊരു 5:35 കൊടുക്കാം. ആ ഓക്കെ. ലോണും ഫുള്ള് കയറും. ആവശ്യക്കാരെ വിളിച്ചോട്ടെ അല്ലേ? ഇവിടെ ഒരു റയർ പീസ് ടൊയോറ്റന്റെ ഇത്യോസ് ക്രോസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ചെറിയ പൈസക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. ബ്രോ, എത്ര മോഡല്? ഇത് 2014 മോഡല്. ഇത് കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. ആ ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ട്? ഇത് 1,20,000. ആ, റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല. ഇത് ഫുൾ ലോഡ് വണ്ടി. അലോയ്സ് ഒക്കെ ഉണ്ടല്ലോ? അല്ല, മിഡിൽ ഓപ്ഷൻ ഉണ്ട്. മിഡിൽ അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. അത് എക്സ്ട്രാ ചെയ്താണ്. ഓക്കെ. വേറെ തട്ടുമുട്ടി കുത്ത് ഒന്നുമില്ല. ഡീസലില് ഏകദേശം മൈലേജ് കൂടുതൽ കിട്ടില്ല. 20 മേലെ മൈലേജും കിട്ടും. വണ്ടിമേ ഒരു പ്രശ്നമില്ല. ഒന്നുമില്ല. ആ, കണ്ണു ചിമ്മിട്ട് എടുക്കല. എത്ര കൊടുക്കത്? ഇത് 3,70 നമുക്ക് കൊടുക്കാം. 3,70 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ഏകദേശം 3,500 ലോൺ ചെയ്യാം. ആ, ഓഫർ പ്രൈസിന് ഒരു സ്വിഫ്റ്റ് കാർ, അതും ടൈപ്പ് 2 ഒരു ബ്ലൂ കളർ, ഒരു വെറൈറ്റി കളർ. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 2014 മോഡല്. 14 വണ്ടി അല്ലേ ഓപ്ഷൻ വരുന്നത്? എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? ഇത് 1,30 ഓടിയിട്ടുണ്ട് അല്ലേ? ഓണർഷിപ്പ് ഒക്കെ കയറിനാ? 4 അതുകൊണ്ട് തന്നെ വില പൊടിച്ചു കൊടുക്കാം. പിന്നെ നല്ല അടിപൊളി ഫുൾ കട്ട് ടയർ ഉണ്ട്. പിന്നെ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. ഒരുപാട് ഫിറ്റ് കയറിയ വണ്ടിയാണ്. നമുക്ക് ഫുള്ള് ലോണിന് കൊടുക്കാം. വില പൊടിച്ചു കൊടുക്കാം. എത്ര കൊടുക്കാം? ഇതൊരു 3,30 കൊടുക്കാം. 3,30 കമ്മിയാക്കി കൊടുക്കാം. 3,4 കൊടുക്കാൻ. ആ, എത്ര മോഡൽ? 14 മോഡൽ. ആ, 3,4 തരും. അതും ഫുള്ള് ലോണിൽ കൊടുക്കാം. ഒരു പൈസ വേണ്ട ആവശ്യക്കാർ. വീണ്ടും ഒരു ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഡീസൽ വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. നമ്മള് നേരത്തെ കാണിച്ച വണ്ടിക്ക് കുറച്ചിട്ടാ മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ച് കൂടും. ഇത് നല്ല അലുവക്കണ്ട പോലത്തെ വണ്ടിയല്ല. ഒരു മൈനസ് ഇതിപ്പോ പറയാനില്ല. അല്ല, നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടി നോക്കുന്നവർക്ക് ഓട്ടം കുറവാണ്. ഓട്ടം കുറവുണ്ട്. ക്വാളിറ്റി വണ്ടി നോക്കുന്ന ആൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടി. എത്ര മോഡലായിരുന്നു? ഇത് 2018 മോഡൽ സിംഗിൾ ഓണർ. ഒരേ ഒരു ഓണർ. 2018 വണ്ടി ഡീസൽ വീഡിയോ അല്ല. ഇന്ത്യയുടെ ഭാഗത്ത് നല്ല സീറ്റ് കവർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ കട്ട് ടയർ ഉണ്ട്. കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓട്ടം എത്രയാണ്? 80,000. വെറും 80,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ടായി. ഹിസ്റ്ററി ഉള്ള വണ്ടി. ആ ഓക്കെ. ഇനി തിരിച്ച മറിച്ച് ടെൻഷൻ വേണ്ട. അല്ല, ഒരു ടെൻഷൻ വേണ്ട. 80,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഒരേ ഒരു ഓണർ. എത്ര കൊടുക്കത്? നമുക്ക് 6 ലക്ഷത്തിന് കൊടുക്കാം. 6 ലക്ഷം രൂപ കൊടുക്കാം. വണ്ടി ക്വാളിറ്റി ആയത് കൊണ്ടാണ് ആ റേറ്റ്. അല്ല, നിങ്ങള് ഈ വണ്ടിയൊക്കെ വന്ന് ഓടിച്ചു നോക്കിയാൽ കൊണ്ടുപോകും. കാരണം ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. ഇനി നമ്മുടെ ഇതേ വണ്ടിന് വരാണ്ട് ഓട്ടോമാറ്റിക് വരാണ്ട്. ഇത് മാനുവൽ 2018 മോഡൽ ഓട്ടോമാറ്റിക്. അത് ഞങ്ങൾക്ക് 6 ലക്ഷം കൊടുക്കാം. 6 കൊടുക്കാം. അത് ഒന്നിന്റെ മുകളിൽ ഓടിയിട്ടുണ്ടല്ലേ? 6,4 ചോദിച്ചാൽ 6 രൂപ എന്തായാലും കൊടുക്കാൻ പറ്റും. അതെ, ഒരു ഫാമിലി 6-8 ആൾക്ക് ഇരുന്ന് പോവാൻ പറ്റിയൊരു വണ്ടി. അതുമല്ലാതെ ഇത് സെയിൽസിനും പറ്റുമല്ലേ? പറ്റും. ഇപ്പൊ നിലവില് ടാക്സി പെർമിറ്റ് ഒന്നും ഇല്ല അല്ല, പ്രൈവറ്റ് അല്ല വണ്ടി. ആ, ടാക്സി വേണമെങ്കിൽ അങ്ങനെ ആക്കാം. മഹീന്ദ്രന്റെ സുപ്രോ എങ്ങനെയായിരുന്നു ഇത്? 2017 മോഡൽ. 17 വണ്ടി. ആ ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ട്? ഓട്ടോ ഒന്നിന്റെ ചോടുള്ളൂ. AC ഉണ്ടായത്? AC ഇല്ല. AC ഒന്നും ഇല്ല. ഓക്കെ. വേറെ മെക്കാനിക് ഒക്കെ നല്ല വണ്ടി അല്ലേ? സോറി, എത്ര കൊടുക്കത്? ഇത് ഞങ്ങൾക്ക് ഒരു 3,60 രൂപ 50 കൊടുക്കും. 3,500 കൊടുക്കല്ലേ? ലോൺ കിട്ടോ ഇനി? എത്ര കിട്ടും? മാക്സിമം ഒരു 90% വരെ ലോൺ ചെയ്യാം. 3,40 കിട്ടുമായിരിക്കും അല്ലെ? 3,30 കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ഇവിടെ ഒരു കിടുക്കാച്ച് വണ്ടി, അതും വാഗണർ VXi ആണ്. പിന്നെ വില പൊട്ടിച്ചു കൊടുക്കല, ഫുള്ളി ലോണിൽ കൊടുക്കാം. എത്ര മോഡലായിരുന്നു? 2016 മോഡൽ. 16 വണ്ടി VXi ആണ്. ഓട്ടോക്ക് എത്ര ഉണ്ട്? ഓട്ടോ 72,000. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ലല്ലേ? നല്ല നീറ്റ് വണ്ടി. ഇന്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ കട്ട് ടയർ, 4 ഫുൾ കട്ട് ടയർ തന്നെയാണ് അല്ലെ? എടുക്കുന്ന ആൾക്ക് ഒരു പണിയില്ല. എടുക്കുക, എണ്ണടിക്കുക, ഓടാന്നല്ലാതെ നല്ല കിരുമത്തിന്റെ പെട്ടി പീസാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കളറാണ് റെഡ് വരുന്നത്. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 3 ലക്ഷത്തിനാണ് കൊടുക്കാം. 3 ലക്ഷം രൂപ കൊടുക്കല്ലേ? ഓട്ടം വല്ലാണ്ടുണ്ടോ? 70 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. വീണ്ടും ഇതിവിടെ നല്ലൊരു അടിപൊളി വാഗണർ, അതും നല്ല കോഫി ബ്രൗൺ കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനം. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ലെതറിന്റെ സീറ്റാണ് കേട്ടോ. നല്ല കോസ്റ്റ്ലി സീറ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുൾ കട്ട് ടയർ ഉണ്ട്. ഇത് ഫുൾ ലോഡ് വണ്ടി അല്ലേ?
VXi VXi 4 ഡോർ പവർ വിൻഡോ ബാക്ക് വൈപ്പറിൽ വരുന്ന ഒരു വണ്ടി. കാണാൻ നല്ല വർക്കത്തുണ്ട്, നല്ല ചേലുണ്ട്. നല്ല വണ്ടി. ക്വാളിറ്റി എന്തുപാട്? നല്ല വണ്ടി. നല്ല വണ്ടി. എത്ര മോഡലായിരുന്നു? 2016 VXi 84,000 അത്ര ഓടിച്ചു അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ്. തട്ടുമുട്ടൊന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3.30 കൊടുക്കാം. വന്നോട്ടെ, എന്തെങ്കിലും 5 രൂപ പൊട്ടിച്ചു 16 വണ്ടി 3.30 കൊടുക്കാം. ലോൺ മാക്സിമം കൊടുക്കാൻ പറ്റുമല്ലേ? ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇവിടെ വീണ്ടും നമുക്ക് ഒരു വൈറ്റ് കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? ഇത് 2013 VXi. 13 VXi അല്ലേ? ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ട്? ഓട്ടോ 1 സംതിങ് ഉണ്ട്, 1.5 1.10 ഉണ്ടാവും. ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതും അതേപോലെ തന്നെ VXi എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഫുള്ള് വണ്ടിയാണ്, ഫുൾ ലോഡ്. അതായത് 4 ഡോർ പവർ വിൻഡോ ബാക്ക് വൈപ്പറിൽ വരുന്ന വണ്ടി. ഫുൾ കട്ട് ടയർ ഒക്കെ ഉണ്ട് ഇതിലും. ആണെങ്കിലും ഇന്ത്യയുടെ ഭാഗത്ത് കുറച്ച് സീറ്റ് കവർ കുറച്ച് മോശമാണ്, മാറ്റേണ്ടി വരും. മാറേണ്ടി വരും അല്ല? ടയർ അത്ര ഒന്നുമില്ല, ബാക്കിൽ കുറച്ച് കട്ടേ ഉള്ളൂ. പിന്നെ വണ്ടി മെക്കാനിക്കൽ പരമായിട്ട് എന്ത് പാടില്ല. ഇപ്പൊ എടുക്കുന്ന ആൾക്ക് എന്ത് പണിയൊന്നുമില്ല, ടയർ മാറ്റാണ്ട്. അതെ, വേറെ മെക്കാനിക്കൽ പരമായിട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ. ഓട്ടോ ഇത് എത്ര ഓടിനെ? ഇത് 1 പുറത്താ? 1.10. ഓക്കെ. ആക്സിഡന്റ് ആയ വണ്ടി ഒന്നുമല്ലല്ലോ അല്ല? നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 2.58 കൊടുക്കാം. 2.58 കൊടുക്കുക അല്ലെ? അതും 2013 VXi ആണ് കേട്ടോ. ആവശ്യക്കാരാണെങ്കിൽ വന്ന് നോക്കിക്കോ. ചെറിയ പൈസക്കൊരു സഡാൻ വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക്. പെട്രോളാ ഡീസൽ? പെട്രോൾ വണ്ടി അല്ലേ? ഹോണ്ടന്റെ സിവിക് ആണ് കാണിക്കുന്നത്. എത്ര മോഡലായിരുന്നു? 2008 മോഡൽ. 8 വണ്ടി. 28 വരെ പേപ്പർ ഉണ്ടാവും. വണ്ടി മെക്കാനിക് എന്തുപാട്? നല്ല വണ്ടി. മേത്തുൽമിയ അല്ല? ഓട്ടോമാറ്റിക് ആണ്. വേറെ ഇന്ത്യൻ ഭാഗത്തുള്ള സീറ്റ് കവറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാണാനൊക്കെ വൃത്തിയുണ്ടല്ലോ. ഈ പൊടി പിടിച്ചെന്ന് മാത്രമോ, ബാക്കിയെല്ലാം കാണാൻ വൃത്തിയുണ്ട്. ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെക്കന്മാർക്ക് ചെയ്യാൻ പറ്റിയൊരു വണ്ടി. ഇപ്പത്തെ കോൺഗ്രസ്സുകാരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ, വീൽ കപ്പ് വെക്കാം. അതെ, വീൽ കപ്പ് വെക്കാം. വീൽ കപ്പ് അല്ലല്ലോ ഇത്, ആലോചിച്ചല്ലേ? പിന്നെ ഈ അതായത് മെക്കാനിക്ക് പക്കല്ലേ, പ്രശ്നമൊന്നുമില്ല. എത്ര കൊടുക്കുക? ഇത് നമുക്കൊരു 2.20 കൊടുക്കാം. 2.20 കൊടുക്കല്ലേ? സെഡാൻ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. വോക്സ് വാഗന്റെ ജെറ്റ ഡീസൽ വണ്ടി. അത്യാവശ്യം ഒരു 20ന്റെ അടുത്ത് മൈലേജും കിട്ടും അല്ലെ? ഒരു 16-18 മൈലേജ് കിട്ടും. വണ്ടി എന്തുപാട്? മെക്കാനിക് കാര്യങ്ങളൊക്കെ ചെറിയ പൈസ കൊടുക്കാം. ഓണല്ലായതുകൊണ്ട് ഓഫറിൽ പൊട്ടിച്ചു കൊടുക്കാം. എത്ര മോഡലായിരുന്നു? 2009 മോഡൽ. 29 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ. വണ്ടി വേറെ മെക്കാനിക്കൽ പരമായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. എണ്ണടിക്കാൻ ഓടാ അല്ല? വേറെ തുരുമ്പ് കാര്യങ്ങൾ തെറ്റി കിടക്കുകയാണ്. പുതിയ എടുത്തു കൊടുക്കും അല്ലേ? ഓക്കെ. പുതിയ നമുക്ക് എടുത്തു കൊടുക്കാം 5 കൊല്ലത്തെ അല്ല? അതും ഇൻക്ലൂഡ് ആക്കിട്ട് ചോദിക്കല്ലേ? എത്രയാണ് വില? 1.75. 1.75. ഇത് കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടിയാണ്, റീ വണ്ടി അല്ല. അപ്പൊ 1.75 ആസ്ക്. വില കുറച്ച് കൊടുക്കല്ലേ? റൂട്ടില് സെയിൽസിന്, സ്കൂൾ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി കാണിക്കുന്നത്. അതും 7 സീറ്റ് AC വണ്ടി അല്ലേ? AC ഉണ്ടാവില്ല, 7 സീറ്റ് വണ്ടിയാണ്. എത്ര മോഡലായിരുന്നു ബ്രോ? 2018 മോഡൽ. 18 വണ്ടി. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെ? നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, തട്ടുമുട്ടി. ഓഫർ പ്രൈസ് കൊടുക്കാം. എത്ര ഓട്ടോ ഉണ്ട് ഇത്? ഒന്നിന്റെ മേലൊക്കെ ഉണ്ട്. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്കൊരു 2.85 കൊടുക്കാം. ലോൺ പൊട്ടിച്ചു കൊടുക്കാം. എത്ര മോഡൽ പറഞ്ഞു? 2018 മോഡൽ. 18 വണ്ടി അല്ല? 2.65 കൊടുക്കാം. 85 കൊടുക്കാം. ലോണും ഫുള്ള് കൊടുക്കാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലെ? അപ്പോ ഈ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങളെ കാണിച്ചത്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്. 2-3 നമ്പർ ഉണ്ടാവും കേട്ടോ. ഈ ലൊക്കേഷൻ വരുന്നത് കരിപ്പൂർ കുമ്മണിപ്പറമ്പ് കാർ 84 ഷോറൂം ആണ്. അതായത് നയാറ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ്. EMI കോളേജൊക്കെ വരുന്നുണ്ട് ഇവിടെ. കോഴിക്കോട് ആ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കൊണ്ടോട്ടിയിൽ ഇറങ്ങുക. കരിപ്പൂർ ജംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ എയർപോർട്ട് ജംഗ്ഷന് അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ടാവും അല്ലെ? ഇങ്ങ് വന്നാൽ മതി. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ മൂപ്പര നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.